അൽഹംദുലില്ലാ നമ്മളിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്താണുള്ളത്. റൗദയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. കണ്ടാലും മതിവരാത്ത സ്ഥലമാണ്. മാഷാ അല്ലാഹ്, ഇപ്പൊ ഞാനിരിക്കുന്നത് ഭൂമിയിലെ സ്വർഗത്തിലാണ്. ഇവിടെ കൈകൊണ്ട് തൊടുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ. ഇവിടെയാണ് ഇമാമ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. റൗദയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവഴിയാണ് നമ്മൾ മടങ്ങും. നമുക്ക് 39ലേക്കാണ് എത്തേണ്ടത്. അതിലൂടെയാണ് ആണുങ്ങളൊക്കെ റൗദയിലേക്ക് കിടക്കുക. ഇപ്പൊ ഈ സമയത്ത് ആളുകളുടെ തിരക്കുകളൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇശാ കഴിഞ്ഞ റൗദയിലൊക്കെ പോയി വന്നവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ തിരിച്ചവരുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. കാരണം സുബഹിക്ക് രാവിലെ നേരത്തെ വരണ്ടേ. ഇപ്പൊ സമയം 12:40. നമുക്ക് 1 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇപ്പൊ നമ്മൾ നടന്ന് എത്തിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റൊക്കെ കംപ്ലീറ്റ് കാലിയായിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഗേറ്റ് നമ്പർ നമ്മൾ 30 എത്തിട്ടോ. അതിന് നമുക്ക് 39ലേക്കാണ് പോകുള്ളത്. ആ ഒരു മിനാര കണ്ടത്, അതിൻ്റെ അവിടുത്തെ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഒരു മിനാര കണ്ടു. ആ മിനാരത്തിന്റെ അവിടെ നമുക്ക് എത്തണം. അതിന്റെ താഴത്താണ് അവിടേക്കുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ. എന്തൊരു ഭംഗിയായ ഒരു ഡോറ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയുടെ ചുറ്റിലും ഒരുപാട് ഗേറ്റുകളുണ്ട്. ഇത് കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് ആണ്. ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉള്ളിലുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 12:30 കേട്ടോ. നമുക്ക് നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന സ്ഥലമാണ് ഈ ഒരു 41 ഡോർ കണ്ടത്. അലച്ചക്കുപ്പയുടെ താഴത്ത് ഇവിടെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പുറത്തോട്ട് വരും. 41ലൂടെയാണ് പുറത്തോട്ട് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഇവിടെയാണ്. ആ പച്ചക്കുപ്പയുടെ നേരെ താഴെയുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു മിനാരാണിത്. ഇതിൻ്റെ താഴത്താണ് നമ്മൾ വന്നിറങ്ങുന്നത് കേട്ടോ. അപ്പുറത്തുള്ള ആ ഒരു മിനാര, ആ ഒരു ചെറിയൊരു മിനാരത്തിന് മുകളിൽ നിങ്ങൾക്ക് ബാബു സലാം എന്ന് പറഞ്ഞ ഒരു ഡോറിൻ്റെ അവിടെ ഉള്ളൊരു മിനാരാണ്. അതിലൂടെയാണ് നമ്മൾ സലാം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. എത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലേ, മദീനത്തെ പള്ളിക്ക് കൂടുതൽ ഭംഗി നൽകുന്ന ഒരു സംഭവമാണ് മുറ്റത്തുള്ള ഈ കുടകളാണ്. ഇപ്പൊ കുടകളൊക്കെ അടച്ചിട്ടുണ്ട്. അത് അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കണം. നമുക്ക് ആ ഒരു ഗ്ലാസിന്റെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സൂം ചെയ്ത് കാണിക്കുന്ന ആ ഡോറില്ല, ഈ ഡോറിലൂടെയാണ് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ, നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് നമ്മളെ ജന്നത്തുൽ ബഖീയിലെ നമ്മളെ ഖബറടക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിന്റെയും ആഗ്രഹമായിരിക്കും. ജന്നത്തുൽ ബഖീയിലോ അല്ലെങ്കിൽ ജന്നത്തുൽ മഅല്ലയിലോ നമ്മൾ അന്തി ഉറങ്ങുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഞാനിപ്പോ ഇരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്താണ് കേട്ടോ. അതിങ്ങനെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, സമാധാനമാണ്. ഒരുപാട് ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അതൊക്കെ എവിടെയോ പോയ പോലെയാണ്. നിങ്ങളും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു പ്രാർത്ഥന മനസ്സിൽ അത്രയും ആഗ്രഹത്തോടു കൂടി നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പടച്ചറബ് എന്തായാലും നിങ്ങളിവിടെ എത്തിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആഗ്രഹത്തോടെ ഇവിടെ ഒന്ന് കാണണം, ഇവിടെ ഒന്ന് നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്തായാലും അതിനൊക്കെ അവസരങ്ങൾ പടച്ചറബ് തരും. നമ്മൾ ഈ 41 നമ്പർ എഴുതിയിട്ടുള്ള അതിലൂടെ നമ്മൾ പുറത്തോട്ട് വരിക. നമ്മൾ പോകുന്നത് 39ലൂടെയാണ്. ഇപ്പൊ ഞാനിത് റൗദയിലേക്ക് കടക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് ഡോർ ഉണ്ട് എന്നുള്ളത്. ഇത് ബിലാൽ റളിയല്ലാഹുവിന്റെ പേരുള്ള ഒരു ഡോറാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗേറ്റ് നമ്പർ ബിലാൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 39 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോറിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടക്കാം. മാഷാ അല്ലാഹ്, അങ്ങോട്ട് നോക്കി നിങ്ങൾ സ്വർണ്ണ കളറിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളിപ്പോൾ റൗദയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് തിരക്കുകൾ കുറവാണെങ്കിൽ പോലും നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് റൗദയിൽ കുറച്ച് നേരം ഇരിക്കാനുള്ള സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെയാണ് ഖബറുള്ളത് കേട്ടോ. ഇതിന്റെ ആ മതിൽക്കെട്ടിന്റെ അപ്പുറത്താണ് ഖബറുള്ളത്. നമ്മളിപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകാൻ നമുക്ക് മുമ്പിൽ സംസം അവിടെ കുറെ പേര് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കിടക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും സംസം തരും. നമുക്ക് ഓരോ കുപ്പി സംസം മേടിച്ചിട്ട് അവിടെ പോയി നിസ്കരിക്കാം. സംസം കണ്ട നിങ്ങൾ മാഷാ അല്ലാഹ്. ഇതിൽ ഈ ഒരു പച്ച കളറുള്ള മാറ്റ് വിരിച്ച ഭാഗങ്ങളൊക്കെ റൗദയുടെ ഭാഗമാണ്. അതായത് ഭൂമിയിലെ സ്വർഗത്തിലാണ് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത്. മാഷാ അല്ലാഹ്, ഒരുപാട് പേരുണ്ട്, കുറേ ആളുകൾ നിസ്കരിക്കാനിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും 2 റക്അത്ത് നിസ്കരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ മസ്ജിദ് നബവിയിൽ ബാങ്ക് കൊടുക്കുന്ന കേൾക്കാറുണ്ടല്ലേ. ഈ ബാങ്ക് കൊടുക്കുന്ന സ്ഥലം ഇതിന്റെ മുകളിൽ നിന്നിട്ടാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. ഇമാം എന്ത് ചെയ്യും, വേറെ ഡോർ വഴി നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറും. റൗദയിലേക്ക് പ്രവേശിച്ചിട്ട് ഞാൻ ഇമാം നിസ്കരിക്കുന്ന സ്ഥലം ഞാൻ ഇവിടുന്ന് റൗദയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും 2 റക്അത്ത് നിസ്കരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ കേട്ടോ. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഒന്നും കൊണ്ടെന്നല്ല, നമ്മുടെ മനസ്സിൽ നമുക്ക് ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഇതാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെയാണ് മനസ്സിലേക്ക് വരിക. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന റൗദയിൽ വന്നുകൊണ്ട് നിസ്കരിക്കണം എന്നുള്ളത്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും കേട്ടോ. മാഷാ അല്ലാഹ്, നോക്ക് നിങ്ങൾ, ഞാനിപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് റൗദയിലുള്ള ആ ഒരു സ്ഥലമാണ്. അതായത് ഭൂമിയിലെ സ്വർഗത്തിലാണ് ഞാനിരിക്കുന്നത്. നമ്മൾ ആരാണ് ആഗ്രഹിക്കാത്തല്ലേ? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭൂമിയിലെ സ്വർഗത്തിലിരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം പഠിച്ചറപ്പ് തരട്ടെ.
ഇപ്പോൾ റൗദയിലിരുന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദുആ വസിയത്ത് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് റൗദയിലാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, വിഷമങ്ങളൊക്കെ മാറട്ടെ. ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന് ഈ ഇത് കൺകുളിക്ക് കാണാൻ നമ്മൾ ഭൂമിയിലെ സുഖത്താണ്. മാഷാ അല്ലാഹ്. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൗദയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് വലതുവശത്തായിട്ട് നമുക്ക് ഈ ഒരു മിമ്പർ കാണാൻ പറ്റും. ഈ ഒരു മിമ്പർ മുതലാണ് നമുക്ക് ഭൂമിയിലെ സ്വർഗം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഈ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇമാമ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഇതിന്റെ നേരെ മുമ്പിലാണ്. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന അവിടെ ഒരാൾ നിസ്കരിക്കുന്നത് ആ ഭാഗത്താണ് ഇമാമ നിസ്കരിക്കാൻ നേതൃത്വം നൽകാറുള്ളത്. ഈ ഒരു നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോർ വഴിയാണ് അവർ ഉള്ളിലേക്ക് കയറുക. നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ വലതുവശത്ത് ബാബുസലാം ഗേറ്റ് ആണ്, ഇടതുവശത്താണെന്നുണ്ടെങ്കിൽ ജന്നത്തുൽ ബഖീയിലേക്ക് പോകുന്ന ഒരു ഗേറ്റ് ഇവിടെയാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ആ ഒരു ഡോർ എന്ന് പറയുന്നത് 41ാമത്തെ ഡോർ. ഞാൻ പുറത്തുനിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ കാണുക, ഇവിടെയാണ് നമ്മളെല്ലാവരും സലാം പറഞ്ഞുകൊണ്ട് ഇടത് ഭാഗത്ത് കാണാൻ പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇതിലൂടെ നമ്മുടെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് സലാം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇൻഷാ അല്ലാഹ് സലാം പറഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നിങ്ങൾ ഇവിടെ എത്തും. ഇവിടെ വന്നുകൊണ്ട് റൗദയിൽ പ്രവേശിച്ച് നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊക്കെ സലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു മടങ്ങാൻ പറ്റട്ടെ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും, ചെറിയ പക്ഷികളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും. മക്കയിലും ഹറമിലും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പള്ളിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സലാം പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാണ്. അൽ ബക്കി ഗേറ്റ്, ഞാൻ പറഞ്ഞ ഓരോ ഡോറിനും ഓരോ പേരുകളാണ്. നമ്മൾ ഈ ഒരു ഗേറ്റിന്റെ പേര് ബക്കി എന്ന് പറയുന്ന പേര് വരാൻ കാരണം നിങ്ങൾ നേരെ മുമ്പിൽ കാണാൻ പറ്റും മതിൽക്കെട്ട്, അതിനപ്പുറത്താണ് ജന്നത്തുൽ ബക്കി. നമ്മൾ ഓരോരുത്തരും അന്തി ഉറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്ഥലം. മാഷാ അല്ലാഹ് അതിനുള്ള തൗഫീഖ് പടച്ചോൻ തരട്ടെ. പിന്നെ ഇതുവഴിയാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയത്. ഒരുപാട് പേര് വരുന്ന